പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് ജൂൺ 1. സാധാരണ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ റോഡുകളിലും ഇടവഴികളിലുമൊക്കെ ജൂൺ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പുതിയ ബാഗും പുതിയ കുടയും പുതിയ പുസ്തകക്കൂട്ടങ്ങളും പുത്തനുടുപ്പും പുത്തൻ ചെരുപ്പും അണിഞ്ഞ് സ്കൂൾ മറ്റും തേടി പോകുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളുടെ കലവിലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവരെ സ്വീകരിക്കാൻ എല്ലാ രീതിയിലും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്കൂൾ വരാന്തകളും പുത്തൻ ഉണർവോടെ അവരെ കാത്തിരിക്കുന്ന അധ്യാപകരെയുമാണ് നമുക്ക് പരിചയമുണ്ടായിരുന്നത്. എന്നാൽ എല്ലാ പതിവ് രീതികളെയും തെറ്റിച്ചുകൊണ്ട് ഇത്തവണ തൊട്ടിരിക്കാൻ ഒരു കൂട്ടുകാരനില്ലാത്ത ഓൺലൈൻ ക്ലാസ് മുറിയിലേക്കാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാരംഭം നടത്തുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി ഒരു മഹാമാരിക്കെതിരെയുള്ള അതീവ ജാഗ്രതയോടെയുള്ള പോരാട്ടത്തിലാണ് നമുക്കുള്ളത്. ഈ ജാഗ്രതയുടെയും മുൻകരുതലിൻ്റെയും ഭാഗമായി നമ്മുടെ മക്കളിപ്പോഴും വീട്ടിലാണ് ഇരിക്കുന്നത്. ഈ കരുതലിൻ്റെ കാലം അവരുടെ പഠന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എല്ലാ സ്കൂളുകളിലും ഇന്ന് പഠനാരംഭമാണ്. സാധാരണ ക്ലാസ് മുറികൾക്ക് പകരം വെർച്വൽ ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് മുറികളിലാണ് IAME സ്കൂളുകളിൽ ഈ വർഷം പഠനാരംഭം നടക്കുന്നത്. എന്നാണ് ഈ വർഷം നമുക്കിനി സാധാരണ ക്ലാസ് മുറിയിലേക്ക് പഠനം മാറാൻ കഴിയുക എന്നുള്ളത് നമുക്കിപ്പോൾ തീർത്തു പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതുവരെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെടാതിരിക്കുന്നത് അവരുടെ നല്ല ഭാവിയെ ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ് മുറികളിലേക്ക് നമ്മൾ മാറുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകൾ, സംശയങ്ങൾ രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അധ്യാപകർക്കിടയിലുമുണ്ട്. ഇതിലൊന്നാമത്തെ ആശങ്ക, വിദ്യാർത്ഥികളും അധ്യാപകരും ഇടപഴകുന്ന ജൈവികമായ ഒരു സ്ഥലമായ സാധാരണ ക്ലാസ് മുറികൾക്ക് പകരമാകുമോ ഓൺലൈൻ ക്ലാസ് മുറികൾ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. സാധാരണ ക്ലാസ് മുറികൾക്ക് പകരമല്ല ഓൺലൈൻ ക്ലാസ് മുറികളെന്ന് നമ്മൾ സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു അനിവാര്യ ഘട്ടത്തിൽ മറ്റു വഴികളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും അപകടം കുറഞ്ഞതുമായ ഒരു മാർഗമെന്ന രീതിയിലാണ് ഓൺലൈൻ ക്ലാസ് മുറികളെ, ഓൺലൈൻ ക്ലാസ്സുകളെ നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, വീട്ടിലുള്ള ആധുനിക സൗകര്യങ്ങളെക്കുറിച്ചുള്ള സംശയമാണ്. വീട്ടിൽ സ്മാർട്ട് ഫോണുകളുടെ എണ്ണം, നെറ്റ് കണക്ടിവിറ്റി, വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിചയക്കുറവ്, ഇത്തരം സംശയങ്ങളും രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അതോടൊപ്പം ഇത്ര കാലവും നമ്മൾ നിയന്ത്രിച്ച് അതുപോലെ വിദ്യാർത്ഥികൾ അത് ഉപയോഗിക്കുമ്പോൾ ഇടപെട്ട് അവരിൽ നിന്ന് മാറ്റിവെച്ചിരുന്ന ഉപകരണങ്ങൾ അവരുടെ പഠനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ കൈവശം, ഇതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമ്മളിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ആശങ്കയും രക്ഷിതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്റർനെറ്റിലെ ഒരുപാട് അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം. ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളും രക്ഷിതാക്കൾക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പഠനം ഈ ഓൺലൈൻ സംവിധാനത്തിൽ എത്ര കണ്ട് ഫലപ്രദമായിരിക്കുമെന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താഴെ ക്ലാസ്സുകളിൽ LKG UKG ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള സംശയങ്ങളും ചർച്ചകളും വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. IAMEയുടെ പ്രീ സ്കൂൾ സംവിധാനങ്ങളായ IB Kids, Pearls and Buds തുടങ്ങിയ കരിക്കുലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വർഷം LKGയിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ലോക്ക്ഡൗൺ കാലം തീരുന്നതുവരെ ഓൺലൈൻ വഴിയാണ് പഠനങ്ങൾ നടക്കുക. അതിനുവേണ്ട ആവശ്യമുള്ള സജ്ജീകരണങ്ങളും പരിശീലനങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളും അധ്യാപകരുമൊക്കെ. അപ്പോൾ ഈ സമയത്ത് രക്ഷിതാക്കളായ നമ്മൾക്ക് എങ്ങനെ ഈ കാലയളവിൽ നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങൾ ഇടപെട്ട് സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോഴേക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങളെ ബന്ധം വിട്ടുപോകാതെ വളരെ സ്മൂത്തായിട്ട് സ്കൂളിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുള്ളത് പ്രീ സ്കൂൾ രക്ഷിതാക്കളായി നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പ്രീ സ്കൂളിൽ പഠിക്കുന്നത്, LKG UKG ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. ഈ കാലയളവിനെക്കുറിച്ചും ഈ കാലയളവിൽ നമ്മുടെ മക്കൾ ആർജിച്ചെടുക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് രക്ഷിതാക്കളായ പ്രീ സ്കൂൾ രക്ഷിതാക്കളായി നമ്മൾ ഏറ്റവും കൂടുതൽ ബോധവാന്മാരാകേണ്ടത്. 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ LKG UKG ക്ലാസ്സുകൾ അഥവാ പ്രീ സ്കൂളുകളുടെ വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ കാലഘട്ടമാണ് 4 മുതൽ 6 വരെയുള്ള വയസ്സ്. വീട്ടിൽ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ വളരെ പാടുപെടുന്ന പ്രായം, മക്കൾ അടങ്ങിയിരിക്കാത്ത പ്രായം, നിരന്തരം ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്ന കാലം, ശ്രദ്ധാദൈർഘ്യം വളരെ കുറഞ്ഞ കാലഘട്ടം, അതോടൊപ്പം മറ്റുള്ളവരെ എന്തിനേയും അനുകരിക്കാൻ മക്കൾ ശ്രമിക്കുന്ന കാലഘട്ടം,
ഇങ്ങനെ ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ മക്കളെ പ്രീ സ്കൂളിൽ കൊണ്ടു ചേർക്കുന്നത്. പ്രീ സ്കൂൾ രക്ഷിതാക്കളെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എന്തിനാണ് മക്കളെ നമ്മൾ പ്രീ സ്കൂളിൽ ചേർക്കുന്നത്? എന്താണ് പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്? പല രക്ഷിതാക്കളും ധരിച്ചിരിക്കുന്നത് പോലെ പ്രീ സ്കൂൾ എന്നുള്ളത് സാധാരണ ഒരു സ്കൂളിന്റെ ഭാഗമാണെന്നുള്ളത്. ശരിയല്ല. അത് സ്കൂൾ തുടങ്ങുന്നത് ശരിക്കും 1-ാം ക്ലാസ്സിൽ നിന്നാണ്. സ്കൂളിന്റെ മുമ്പുള്ള 2 വർഷക്കാലം കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കളമൊരുക്കുക, അവസരമൊരുക്കാനുള്ള ഒരു സ്പേസാണ് പ്രീ സ്കൂൾ സംവിധാനം എന്നുള്ളത്. 5 ലക്ഷ്യങ്ങളാണ് പ്രീ സ്കൂളുകൾക്കുള്ളത്. ഈ ലക്ഷ്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളായ നമ്മൾ എത്രമാത്രം ബോധവാന്മാരാകുന്നുവോ അത്രമാത്രം ഈ ലോക്ക്ഡൌൺ കാലയളവിൽ നമ്മുടെ മക്കളുടെ വളർച്ചയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പഠന വിഷയങ്ങളിൽ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിയും. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികളുടെ ശരീര പേശികളുടെ ചലനത്തെ, അതല്ലെങ്കിൽ സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയും. അഥവാ കുട്ടി വിചാരിക്കുന്നത് പോലെ ശരീരത്തിന്റെ പേശികൾ ചലിപ്പിക്കാനും പഠന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശരീരത്തെ ഒരു വഴക്കം കിട്ടുക എന്നുള്ളത് പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ ഒരു ലക്ഷ്യമാണ്. സൈക്കോ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയും. നമുക്കറിയാം, ശരീരത്തിൽ ഒരുപാട് പേശികളുണ്ട്. വലിയ പേശികളുണ്ട്, ചെറിയ പേശികളുണ്ട്. വലിയ പേശികൾ കുട്ടി ജനിച്ച് ഒരു 4 വയസ്സാകുമ്പോഴേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കുട്ടി വിചാരിക്കുന്നത് പോലെ അതിന്റെ സ്പീഡിലും കൃത്യതയിലും ഒക്കെ ചെയ്യാൻ കുട്ടിക്ക് ശേഷി ആർജിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ റിസ്റ്റ്, കൈവിരലുകൾ തുടങ്ങിയ സൂക്ഷ്മമായ പേശികൾ, അതുപയോഗിച്ചുകൊണ്ടാണ് കുട്ടി ചിത്രം വരയ്ക്കേണ്ടത്, എഴുതേണ്ടത്, നിറം നൽകേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടിയുടെ ശരീരം വഴങ്ങണമെങ്കിൽ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ പ്രീ സ്കൂൾ ക്ലാസ് മുറികളിൽ ഉണ്ടായിരിക്കണം. 1-ാമത്തെ ലക്ഷ്യം സൈക്കോ മോട്ടോർ ഡെവലപ്മെന്റ്, അഥവാ ശരീരത്തിലെ പേശി ചലനങ്ങളുടെ വികാസം ഉറപ്പുവരുത്തുക. 2-ാമത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഥവാ ബുദ്ധിപരവും വൈജ്ഞാനികവുമായ വികാസം. ഒരു കുഞ്ഞ് ജനിച്ച് 4 വയസ്സാകുമ്പോഴേക്ക് ഈ ലോകത്തോടുള്ള നിരന്തരമായ സമ്പർക്കം വഴി കുട്ടി ലോകത്തുള്ള ഒരുപാട് വിവരങ്ങൾ കുട്ടിയുടെ തലച്ചോറിലേക്ക് സ്വാംശീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുറ്റുപാടുമായിട്ട് ഇടപഴകുന്നത് വഴിയാണ് ഒരു കുട്ടിയുടെ വൈജ്ഞാനിക മണ്ഡലം അഥവാ അറിവിന്റെ തലം വർദ്ധിക്കുന്നത്. അപ്പോൾ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികൾ നമുക്ക് പറയുന്നുണ്ടല്ലോ, നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു, സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ കുട്ടിയുടെ ബുദ്ധിപരവും വൈജ്ഞാനികമായ വികാസത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ബുദ്ധിപരവും വൈജ്ഞാനികമായ വികാസം ഉറപ്പുവരുത്തൽ പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഇതാണ് കുട്ടിയുടെ പിന്നീടുള്ള പഠന പ്രവർത്തനങ്ങൾക്ക്, പഠന കാര്യങ്ങൾക്കൊക്കെ വലിയൊരളവിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം. ഇത് പ്രോപ്പറായ രീതിയിൽ നടക്കുന്ന കുട്ടികൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ വളരെ നന്നായിട്ട്, വളരെ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ വീട്ടിൽ നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം 3-ാമത്തെ ലക്ഷ്യമാണ് കുട്ടിയുടെ ഭാഷാ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ജനിക്കുമ്പോഴേ കുട്ടി ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ കരച്ചിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വളരുമ്പോഴൊക്കെ കുട്ടി നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ പഠിച്ചെടുത്ത് ചെറുതായ രീതിയിൽ അവരുതായ രീതിയിൽ സംസാരിച്ച് തുടങ്ങി വലിയ വാക്യങ്ങളിലേക്ക് എത്തി. മാതൃഭാഷയായ മലയാളം ഒഴുക്കോടെയൊക്കെ സംസാരിക്കാൻ അവരൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇനി നമ്മുടെ സ്കൂളിലേക്ക്, IME സ്കൂൾ സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ അവർ ഗ്ലോബൽ ലാംഗ്വേജായ ഇംഗ്ലീഷിന്റെ കൂടെ അവർ കടന്നു വരികയാണ്. ഒരു കുട്ടിയുടെ ഭാഷാ വികാസം എത്രമാത്രം സംഭവിക്കുന്നുവോ അത്രമാത്രം ആ കുട്ടിയുടെ അറിവിന്റെ തലവും കുട്ടിയുടെ ചിന്താമണ്ഡലവും വികസിക്കും. അതുകൊണ്ട് ഭാഷാ വികസനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ നടക്കേണ്ടതുണ്ട്. 4-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹികവും വ്യക്തിപരവും വൈകാരികവുമായ വികാസം എന്നുള്ളതാണ്. കുട്ടിയുടെ സമഗ്രമായ വ്യക്തിത്വ വികാസം. വികാരങ്ങളെ നിയന്ത്രിക്കാനും ആളുകളോട് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാനും സ്വന്തം ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ പ്രകടിപ്പിക്കാനും അങ്ങനെ ഒരു സമഗ്ര വ്യക്തിയായിട്ട് കുട്ടി വളരാനുള്ള പല അടിസ്ഥാന കാര്യങ്ങളും ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്. 5-ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടിയുടെ സർഗാത്മക വികാസം അഥവാ ക്രിയേറ്റീവ് ആൻഡ് ഈസ്തറ്റിക് ഡെവലപ്മെന്റ്. കുട്ടി ചിത്രം വരയ്ക്കുന്നത്, പാട്ട് പാടുന്നത്, കഥ പറയുന്നത്, ഇതെല്ലാം ഇത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ചെയ്യിക്കുന്നത്. അപ്പോൾ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ പറയാം. 1, ശരീരത്തിലെ പേശികളുടെ വികാസം അഥവാ സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ്. 2-ാമത്തത് കുട്ടിയുടെ ബുദ്ധിപരവും വൈജ്ഞാനികമായ വികാസം അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. 3-ാമത്തത് കുട്ടിയുടെ ഭാഷാ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 4-ാമത്തത് കുട്ടിയുടെ സാമൂഹികപരവും വ്യക്തിപരവുമായ വികാസം അഥവാ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. 5-ാമത്തത് കുട്ടിയുടെ സർഗാത്മക, ക്രിയേറ്റിവിറ്റിയുടെ, ഇമാജിനേഷന്റെ വികാസം. ഇത്തരം 5 മേഖലകളുടെ വികാസമാണ് പ്രീ സ്കൂൾ സംവിധാനങ്ങളുടെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം നേടിയെടുക്കാനാണ് അധ്യാപികമാർ ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് നിരന്തരമായ വ്യത്യസ്തമായ പഠന പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ കാലയളവിൽ സ്കൂൾ തുറക്കുന്നത് വരെ നമ്മുടെ വീട്ടിലെ മുറികളും വീടിന്റെ പരിസരമൊക്കെയാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറി എന്ന് പറയുന്നത്. IME പ്രീ സ്കൂൾ സംവിധാനത്തിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഴ്ചയിൽ
4 വീഡിയോസ് വീതം രക്ഷിതാക്കൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. 4 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ് മുറിയിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഭാഷകൾ അഥവാ ഇംഗ്ലീഷ്, മലയാളം. മറ്റൊന്ന് ചുറ്റുപാടത്തിനെ കുറിച്ചുള്ള കുട്ടിയുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ജനറൽ അവയർനെസ്, അതോടൊപ്പം മാത്തമാറ്റിക്സ്, ഗണിതം. ഈ 4 വിഷയങ്ങളിൽ കുട്ടിക്ക് ക്ലാസ് തുറക്കാനാകുമ്പോഴേക്ക് പഠനവുമായി ബന്ധം വിട്ടുപോകാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് പോയിന്റ്സുകളെ നമ്മുടെ പ്രഗത്ഭരായ അധ്യാപികമാർ എടുക്കുന്ന വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് രക്ഷിതാക്കൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് IME കാണുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഈ വീഡിയോ അധ്യാപകരിലേക്ക് എത്തിക്കും, അധ്യാപകർ അത് രക്ഷിതാക്കളിലേക്ക് എത്തിക്കും. രക്ഷിതാക്കൾ ഇത് വിദ്യാർത്ഥികൾക്ക് കൂടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് അതിനുശേഷം നിരന്തരമായി കുട്ടികളോട് വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരിത് ശ്രദ്ധിച്ചിട്ട് ഉറപ്പുവരുത്തണം. അതോടൊപ്പം സ്കൂളിലെ അധ്യാപികമാർ ഈ വീഡിയോയുടെ ഒരു ഫോളോ അപ്പ് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ സൂം തുടങ്ങിയ ഓൺലൈൻ ക്ലാസ് മുറി വഴിയോ ഒക്കെ രക്ഷിതാക്കളുമായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ഒരു ഫോളോ അപ്പ് സംവിധാനവും കൂടെ ഇതിന്റെ കൂടെ നടക്കും. അപ്പോൾ ആഴ്ചയിൽ 4 വീഡിയോസ് രക്ഷിതാക്കൾക്ക് ലഭിക്കും. സ്കൂളിലെ അധ്യാപികമാർ, അവരുടെ ടീച്ചേഴ്സ് മറ്റു വഴികൾ ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്ത് കുട്ടികൾക്ക് ഇതിന്റെ ലേണിംഗ്, ഇതിന്റെ പ്രവർത്തനങ്ങൾ കുട്ടികൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. UKG ക്ലാസ് മുറിയിലാണ് ഇത്തരം സംവിധാനം കുറച്ചും കൂടെ ഫലവത്തായി നടത്തിയുള്ളൂ. കാരണം അവർക്ക് അധ്യാപികമാരെ അറിയാം, സ്കൂളിനെ അറിയാം, പുസ്തകത്തെ അറിയാം. ഇതെല്ലാം പരിചയപ്പെട്ട കുട്ടികളാണ് UKG ക്ലാസ്സിലുള്ളത്. പക്ഷെ LKG ക്ലാസ്സിലെ കുട്ടികളിപ്പോ അധ്യാപികമാരെ കണ്ടിട്ടില്ല, സ്കൂൾ എന്താണെന്ന് അറിയുന്നില്ല, സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ട ഒരറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ LKG ക്ലാസ് തുടങ്ങുമ്പോൾ അതിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് വീട്ടിൽ നമ്മൾ നൽകുന്നത്. അതിന്റെ കൃത്യമായ ഡയറക്ഷനൊക്കെ അധ്യാപികമാർ ഫോൺ വഴി അല്ലെങ്കിൽ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് നൽകും. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണോ അവർ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ പറയുന്നത്, അത്തരം കാര്യങ്ങൾ വ്യക്തത വരുത്തിയതിനു ശേഷം നമ്മൾ മക്കളുടെ കൂടെ ഇരുന്ന് ചെയ്യണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ ആദ്യത്തെ ലക്ഷ്യമാണ് കുട്ടിയുടെ പേശി വികാസം. പേശി വികാസത്തിൽ കൈയിന്റെ വിരലുകളുടെ വികാസം പ്രോപ്പറായി നടന്ന കുട്ടിക്ക് മാത്രമേ പേന പിടിക്കാനും പെൻസിൽ പിടിക്കാനും നിറം കൊടുക്കാനും എഴുതാനും ഒക്കെ പറ്റൂ. അപ്പൊ ഇത് ഉറപ്പുവരുത്തലായിരിക്കും. സാധാരണ ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 ആഴ്ചയോളം ക്ലാസ് മുറിയിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും ഈ പേശി വികാസത്തെ ഉത്തേജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അധ്യാപികമാർ ക്ലാസ്സിൽ നൽകുക. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വീട്ടിൽ വെച്ച് ഉമ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക്, മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. അപ്പൊ അതിനു വേണ്ട സംവിധാനങ്ങൾ അധ്യാപികമാർ പറയും എന്തൊക്കെയാണ് വീട്ടിൽ ഒരുക്കി വെക്കേണ്ടത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ സംവിധാനിക്കുന്നത്. ഉദാഹരണത്തിന് പേശി വികാസം ഉറപ്പുവരുത്തുന്ന അധ്യാപകർ നൽകുന്ന ഒരു പ്രവർത്തനമാണ് സ്പഞ്ച്, അഥവാ മലയാളിയിൽ സ്പോഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ഫാൻസി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു 10 രൂപയൊക്കെ കൊടുത്താൽ കിട്ടാവുന്ന ഒരു ഉപകരണമാണത്. അത് വെള്ളത്തിൽ മുക്കിയെടുത്ത് അത് പിടിയുന്ന ഒരു ആക്ടിവിറ്റി. ഇത് നിരന്തരമായി ചെയ്യുന്നത് വഴി കുട്ടിയുടെ വിരലുകളുടെ നിയന്ത്രണം, കുട്ടികളുടെ വിരലുകളുടെ വികാസം, പേശി വികാസം ഉറപ്പുവരുത്താൻ കഴിയും. ഇത്തരം കുട്ടികൾക്ക് എഴുത്ത് എളുപ്പമായിരിക്കും, എഴുതാൻ അവർക്ക് പേടിയുണ്ടാവില്ല, കൈവിരലുകൾക്ക് വേദന ഉണ്ടാവില്ല. ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളാണ് LKG ക്ലാസ് മുറിയിലെ LKG ക്ലാസ്സിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അധ്യാപികമാർ നൽകുന്നത്. അപ്പൊ ഈ 2 ക്ലാസ്സിലും ഈ ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കി ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വീട്ടിൽ എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് രക്ഷിതാക്കളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് IMEയുടെ പ്രഗത്ഭരായ ട്രെയിനേഴ്സ് ഇതിൽ ഓരോ ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള ചെറിയ ക്ലാസ്സുകൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ട് രക്ഷിതാക്കൾക്ക് ലഭ്യമാക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് അതിലെ പോയിന്റ്സ് ഒക്കെ നമ്മൾ കുറിച്ചെടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ, സജ്ജീകരണങ്ങൾ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപികമാരായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടതിൽ വ്യക്തത വരുത്തണം. അങ്ങനെ സ്കൂൾ തുറക്കുന്നതുവരെയുള്ള കാലയളവ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നമ്മളുടെ സൂപ്പർവിഷനിൽ തന്നെ രസകരമായ ഒരു അനുഭവമാക്കി മാറ്റിക്കൊടുത്ത് സ്കൂൾ തുറക്കുമ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണ് അവർ ഇറങ്ങിപ്പോകുന്നത് ആ ക്ലാസ്സിൽ നിന്ന് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഗ്യാപ്പൊന്നുമില്ലാതെ ഒരു കൃത്യമായ ബ്രിഡ്ജിങ്, ഒരു കൃത്യമായ കൂട്ടിയിണക്കൽ നടത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം അതുവരെ ഉള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മുടെ വീടാണ് സ്കൂള്, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടിയുടെ മുറിയാണ് സ്കൂള്. അങ്ങനെ കണ്ടുകൊണ്ട് വളരെ കുറഞ്ഞ സമയം നോക്കാൻ ആവശ്യം വരുള്ളൂ. പരമാവധി നമ്മൾ അയച്ചു തരുന്ന വീഡിയോസ് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ഒരുപാട് സമയമൊന്നും നമ്മൾ മക്കളെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ അതല്ലെങ്കിൽ മൊബൈലിന്റെ മുമ്പിലോ ഇരുത്തേണ്ടതില്ല. പരമാവധി 10 മിനിറ്റ്, മാക്സിമം 10-15 മിനിറ്റ് നമുക്ക് ഇതിന് ആവശ്യം വരുള്ളൂ. അപ്പൊ ഇത് കുട്ടികളെ കൂടെ ഇരുന്ന് കണ്ട് എന്തൊക്കെയാണ് അധ്യാപികമാർ
നൽകുന്ന വർക്കെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വീട്ടിലൊരു ഫയലിംഗ് സിസ്റ്റം വേണം. ഒരു പ്ലാസ്റ്റിക് ഫോൾഡറിൽ അല്പം A4 ഷീറ്റുകൾ നിങ്ങൾ എടുത്തു വെക്കണം. ക്രയോൺസ്, സ്കെച്ച് പെന്ന്, ഒരു സ്ലൈറ്റ്, അതുപോലെ LKG ക്ലാസ്സിലാണെങ്കിൽ ഒരു ട്രേ, സ്പഞ്ച്, അതുപോലെ കുട്ടികൾക്ക് കോർക്കുന്ന മുത്തുകൾ, ഇത്തരം കുറച്ച് വസ്തുക്കൾ വീട്ടിൽ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അധ്യാപികമാരുടെ അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരുന്ന വീഡിയോസിൽ അതുണ്ടാകും. അപ്പം അതാത് കാലയളവിൽ അത്തരം ഉപകരണങ്ങൾ, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ സഹായിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ അധ്യാപികമാരുമായിട്ട് നിരന്തരമായൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. എല്ലാ സ്കൂളുകളിലും അതാത് ക്ലാസ്സിലെ രക്ഷിതാക്കൾക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് നിരന്തരം അധ്യാപകരുമായിട്ട് ഒരു നല്ല ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും ടെക്നോളജിയും ഒക്കെ പഠന കാര്യങ്ങൾ കൂടെ ബന്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു സമയത്തെ വിദ്യാർത്ഥികളുടെ പഠനത്തിലെ വളരെ നല്ല കാലയളവാക്കി നമുക്ക് മാറ്റിയെടുക്കണം. സോ നമുക്കെല്ലാവർക്കും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ പറയുന്ന ജാഗ്രതയുടെയും മുന്നറിയിപ്പിന്റെയും ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു നമ്മളുടെ ദുരിതകാലത്തെ മറികടന്ന് വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷമുള്ള ക്ലാസ് മുറിയിലിരിക്കുന്ന ഒരു ആരോഗ്യത്തോടെ തിരിച്ചു വരണം. അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. സോ stay at home and continue your learning process. Thank you.